ഗൈസ് വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കേരള ടെക് അക്കാഡമി. ഓക്കെ, അപ്പോൾ കേരള ടെക് അക്കാഡമിയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എലമെൻറ്റ്സ് അതിനെക്കുറിച്ചാണ് ഞാൻ ഒരു ലെക്ചർ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ്, ഒരു നെറ്റ്വർക്കിൽ ഉണ്ടാവുന്ന കുറച്ച് എലമെൻറ്റ്സ്, അത് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, അതേപോലെ ഒപാം, എന്തൊക്കെയാണെങ്കിൽ ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ആ എലമെൻറ്റ്സിനെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ ഓരോ എലമെൻറ്റിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ്സ് സേ ലീനിയർ ഓർ നോൺ ലീനിയർ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ലീനിയർ എലമെൻറ്റ്സ് എന്താണ്, നോൺ ലീനിയർ എലമെൻ്റ് എന്താണ്? ഓക്കെ, അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്കൊരു IV ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് കറണ്ട് വേഴ്സസ് വോൾട്ടേജ് എന്നുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് ആ എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്, സേ I വേഴ്സസ് V. സോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഇറ്റ് പാസസ് ത്രൂ ദ ഒറിജിൻ, സേ ഒറിജിൻ, അതൊരു സ്ട്രെയിറ്റ് ലൈനുമാണ്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുമ്പോൾ ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, ഒറിജിൻ കൂടെ പാസ് ചെയ്യും വേണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ലീനിയറാണ് എന്നാണ് നമ്മുടെ റൂൾ. ഓക്കെ, ബേസിക് ആയിട്ടുള്ള റൂൾ. ഓക്കെ, അപ്പോൾ ഇനി നോൺ ലീനിയർ എലമെൻ്റ് എന്താണ്? ലെറ്റ്സ് സേ ഞാൻ വേറൊരു ഗ്രാഫ് വരച്ചു, അതിൽ ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ എന്താണ്, ബോത്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, ഒറിജിനിൽ കൂടെ പാസ് ചെയ്യും വേണം. അതുകൊണ്ട് അപ്പോൾ ഇതെന്താണ്, ദിസ് ഈസ് നോട്ട് ലീനിയർ എലമെൻറ്റ്, ദിസ് ഇസ് നോൺ ലീനിയർ എലമെൻറ്റ്. ഓക്കെ, നോൺ ലീനിയർ എലമെൻറ്റ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ എടുത്തു, ഞാൻ വേറൊരു ഗ്രാഫ് എടുത്തു, സേ ഇത് സ്ട്രെയിറ്റ് ലൈനാണ്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ലൈനാണ്, പക്ഷെ എന്താണ്, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, ഇറ്റ് ഈസ് അഗെയിൻ നോൺ ലീനിയർ എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് വെച്ചിട്ടാണ് മെയിനായിട്ട് നമുക്ക് ലീനിയർ ആണോ അത് നോൺ ലീനിയർ എലമെൻ്റ് ആണോ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മെയിനായിട്ട്. ഓക്കെ, സോ എന്താണ് ലീനിയർ എന്നും നോൺ ലീനിയർ എന്നും മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിൽ കിടക്കാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണിലാറ്ററൽ അല്ലെങ്കിൽ ബൈലാറ്ററൽ എലമെൻറ്റ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിലാറ്ററൽ അല്ലെങ്കിൽ ഓർ ബൈലാറ്ററൽ എലമെൻറ്റ്സ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ചപ്പോൾ തന്നെ പറയാം. ഞാനൊരു എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെൻ്റ് എടുത്തു, സേ ലെറ്റ് ഇറ്റ് ബി എൻ റെസിസ്റ്റർ, എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്, ജസ്റ്റ് എൻ എക്സ് എലമെൻറ്റ്. ആ ഒരു എക്സ് എലമെൻറ്റ് ഞാനൊരു വോൾട്ടേജ് സോഴ്സായിട്ട് ഒരു ഇൻപുട്ട് സോഴ്സ്, സേ ഇറ്റ് ഇസ് എ വോൾട്ടേജ് സോഴ്സായിട്ട് കണക്ട് ചെയ്തു. സോ എന്തായാലും ഇത് കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും, സേ ഇറ്റ് ഇസ് I, സേ ഇറ്റ് ഇസ് 5 ആംസിൻ്റെ ഒരു കറണ്ട് പാസ് ചെയ്തു. ഓക്കെ, ഞാൻ വേറൊരു സെയിം എക്സ് എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റ് ഞാൻ റിവേഴ്സ് പൊളാരിറ്റിയിൽ കണക്ട് ചെയ്തു. സോ ഇത് ബൈലാറ്ററൽ എലമെൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈവൻ ദ പൊളാരിറ്റി ഈസ് ചേഞ്ച്ഡ്, let it be the direction, let it change, but എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇതൊരു ബൈലാറ്ററൽ എലമെൻ്റാണ്. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണെങ്കിൽ എന്താവും, അത് യൂണിലാറ്ററൽ എലമെൻ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് നമുക്ക് യൂണിലാറ്ററൽ. യൂണി എന്ന് പറഞ്ഞാൽ 1 ഡയറക്ഷണൽ, ബൈ എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷണൽ. 2 ഡയറക്ഷനിലും സെയിം മാഗ്നിറ്റ്യൂഡ്, ഈവൻ ദ ഡയറക്ഷൻ ചേഞ്ച് ആയാലും 2 ഡയറക്ഷനിൽ നമ്മൾ കണക്ട് ചെയ്താലും വിത്ത് സെയിം കണ്ടീഷൻസ് ആണെങ്കിൽ എന്താണ്, കറണ്ട് അല്ലെങ്കിൽ അത് പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവുന്നില്ലെങ്കിൽ അതെന്താണ്, ബൈലാറ്ററൽ എലമെൻ്റാണ്. അപ്പോൾ നമുക്ക് ഒരു ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ലെറ്റ് us എക്സ്പ്ലെയിൻ വിത്ത് എ ഗ്രാഫ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, സേ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഇത് ഫോർത്ത് ക്വാഡ്രൻറ്റ് വിചാരിച്ചു. നമ്മളൊരു ഗ്രാഫ് വരച്ചു, IV ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുമ്പോൾ
ഗ്രാഫ് വന്നു. അപ്പോൾ എന്താണ് ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് മീൻസ് ഈക്വലായിട്ട് നമ്മളെ ഈ ക്വാഡ്രൻസിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ബൈലാറ്ററൽ എലമെൻ്റാണ്. ഓക്കെ, ഇത് ലീനിയർ ആണോ? അതെ, ലീനിയറാണ്, ബൈലാറ്ററലാണ്. എന്തുകൊണ്ടാണ് ലീനിയർ? സ്ട്രെയിറ്റ് ലൈനാണ്, സെൻറ്റർ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ലീനിയറാണ്, ബൈലാറ്ററലാണ്. ഓക്കെ, ബൈലാറ്ററലാണ്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ എടുത്തു. ഇതെന്താണ്, ഇത് നമുക്ക് എന്താണ്, ഇത് ഈക്വലായിട്ട് എല്ലാ ക്വാഡ്രനെയും ഡിവൈഡ് ചെയ്യുന്നില്ല. ഈ ക്വാഡ്രൻ അതേപോലെ തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നില്ല ഈ ക്വാഡ്രൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്, ഇതിനെ രണ്ട് സൈഡ് മീൻസ് രണ്ട് സൈഡിലേക്കും എൻ്റെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാത്ത കാരണം ഇതെന്താണ്, നമുക്ക് യൂണിലാറ്ററൽ ആണ്. സിമെട്രി ഇല്ല. ഇതൊരു സിമെട്രി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിമെട്രി ഇല്ല, ഈ ഒരു ക്വാഡ്രനെ മാത്രമേ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണത്, യൂണിലാറ്ററൽ ആണ്. ഇത് ലീനിയർ ആണോ? അതെ, ലീനിയറാണ്. ഒറിജിൻ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, സ്ട്രെയിറ്റ് ലൈനാണ്. ഇത് ലീനിയർ എലമെൻ്റാണ്, ലീനിയറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് യൂണിലാറ്ററലും ബൈലാറ്ററലും എന്താണെന്ന് മനസ്സിലായി. സാധാരണ ഇതൊരു ഗ്രാഫായിട്ടാണ് ചിലപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കാറ്. അപ്പോൾ ഇത് ലീനിയർ ആണോ, യൂണിലാറ്ററൽ ആണോ, ബൈലാറ്ററൽ ആണോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ബേസിക്കായിട്ട് നമുക്ക് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. നമുക്ക് ബേസിക്കായിട്ടൊരു ഗ്രാഫ് വരുമ്പോൾ അത് യൂണിലാറ്ററൽ ആണോ, ബൈലാറ്ററൽ ആണോ, അതേപോലെ ലീനിയർ ആണോ, നോൺ ലീനിയർ ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു തേർഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ, അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് എലമെൻറ്റ് ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ആക്റ്റീവ് എലമെൻറ്റ്, അതേപോലെ തന്നെ ആൻഡ് പാസീവ് എലമെൻറ്റ്. പാസീവ് എലമെൻറ്റ് എന്താണ്? ഒരു ആക്റ്റീവ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ സം എലമെൻറ്റ് കേപ്പബിൾ ഓഫ് ഡെലിവറിങ് സം എമൗണ്ട് ഓഫ് എനർജി ടു ദ എക്സ്റ്റേണൽ, എന്താ വെച്ചാൽ മീൻസ് എക്സ്റ്റേണൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വേൾഡ്. ഓക്കെ, അതിനെയാണ് നമുക്ക് പറയുന്നത് ആക്റ്റീവ് എലമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ആക്റ്റീവ് എലമെൻറ്റ് എക്സാമ്പിൾ എന്താണ്, നമുക്ക് ആംപ്ലിഫയേഴ്സ്. അതെന്താ ചെയ്യുന്നത്, സൗണ്ടിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് തരുന്നു. ഓക്കെ, എന്താണ് ഒരു എക്സാമ്പിൾ, ഞാൻ ബേസിക് ആയിട്ടുള്ള ഒരു ജനറൽ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇനി ഒരു പാസീവ് എലമെൻറ്റ് എക്സാമ്പിൾ റെസിസ്റ്റർ നമുക്കൊന്നുമില്ല, ഫുൾ ഡ്രോപ്പ് ചെയ്ത് ഹീറ്റായിട്ട് കളയാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നമുക്ക് വേറൊരു എനർജി ഒന്നും തരുന്നില്ല. ഓക്കെ, ഡ്രോപ്പ് ചെയ്ത് കളയുന്നുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് എ പാസീവ് എലമെൻറ്റ്. അപ്പോൾ നമുക്ക് എന്താണ്, ഗ്രാഫ് വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ ഗ്രാഫ്. ഇത് ഇറ്റ് ഈസ് IV ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു നെഗറ്റീവ് സ്ലോപ്പാണ്, പോസിറ്റീവ് സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഒരു ആക്റ്റീവ് എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരു നെഗറ്റീവ് സ്ലോപ്പ് എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പുള്ള എലമെൻറ്റ് എന്തായിരിക്കും, ഒരു ക്യാരക്ടറിസ്റ്റിക്സിലുള്ള ആ ക്യാരക്ടറിസ്റ്റിക്സ് തരുന്ന എലമെൻറ്റ് എന്തായിരിക്കും, ആക്റ്റീവ് എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, പാസീവ് എലമെൻ്റ് ആണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് മാത്രമേ. ഫോർ എക്സാമ്പിൾ, ഇതെന്താണ്, ദിസ് ഇസ് ജസ്റ്റ് എ പാസീവ് എലമെൻറ്റ്. ഓക്കെ, ഇതൊരു പാസീവ് എലമെൻറ്റ് മാത്രമാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇതെന്താണ്, ഇതും വെറും ഒരു പാസീവ് എലമെൻറ്റ് മാത്രമാണ്. ഫൈൻ. ഓക്കെ, ഇനി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത് എന്താണ് ഒരു ആക്റ്റീവ് എലമെൻ്റ് എന്നും പാസീവ് എലമെൻറ്റ് വ്യത്യാസം. ഇത് ലീനിയർ ആണോ? ഇത് ലീനിയർ അല്ല. ലീനിയർ ആണോ? ഇതിൻ്റെ ഗ്രാഫ് നോക്കിയേ, ഇങ്ങനെ വന്നിട്ട് നെഗറ്റീവ് സൈഡിൽ സെപ്പറേറ്റും മീൻസ് രണ്ട് ഹാഫാക്കി എടുക്കുമ്പോൾ ലീനിയർ ആക്കി പറയാം. അല്ലാണ്ട് മൊത്തത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ എലമെൻറ്റ് ലീനിയർ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇത് ലീനിയർ എലമെൻ്റ് ആണോ? ഇത് ലീനിയർ എലമെൻ്റ് ആണ്. ഇതെന്താണ്, ഇത് ലീനിയർ എലമെൻ്റ് ആണോ? ഇത് ലീനിയർ എലമെൻ്റ് ആണ്. ഇത് ലീനിയർ ആണ്, പിന്നെ എന്താണ്, പാസീവ് എലമെൻറ്റുമാണ്. ഓക്കെ, ബൈലാറ്ററൽ ആണോ? അല്ല, യൂണിലാറ്ററൽ ആണ്. ഇത് ബൈലാറ്ററൽ ആണോ? അല്ല, യൂണിലാറ്ററൽ ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതേപോലെ തന്നെ ഒരു കാറ്റഗറി ഉണ്ട്, ടൈം വേരിയൻറ്റും ടൈം ഇൻവേരിയൻറ്റും. ടൈം വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് നമുക്ക് അതിൻ്റെ IV ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് ടൈം വേരിയൻറ്റ് എലമെൻറ്റ് എന്നും പറയാം. അതുപോലെ ടൈം ഇൻവേരിയൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻ്റ് ആണ്, ഒരു വാല്യൂ ആണ്, ആ വാല്യൂ തന്നെയാണ് എല്ലാ ടൈമിലും ഉണ്ടാവുള്ളൂ. അതെന്താണ്, ഇതൊരു സൈൻ തീറ്റ സൈൻ വേവ് ആണ്. ഇതൊരു UT എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അതായത് ടൈം വേരിയൻ്റ് അല്ല. ടൈം ചേഞ്ച് ചെയ്താലും ഇതിന് ഒരു ചേഞ്ച് വരാൻ പോലില്ല, വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് ഫോർത്ത് കാറ്റഗറി, എന്താണ്, ടൈം വേരിയൻറ്റ് ആൻഡ് ഇൻവേരിയൻറ്റ്. ഓക്കെ, ദ ടൈം വേരിയൻറ്റ്, ദ ടൈം ഇൻവേരിയൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 4 കാറ്റഗറിയും മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഒരു ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇതിൻ്റെ നമുക്ക് സാധാരണ ചോദ്യം വരിക എന്താ വെച്ചാൽ, എക്സാമിന് ഇതിൻ്റെ ചിലപ്പോൾ ഗ്രാഫൊക്കെ വരച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻസ് തരാം. ഇത് ടൈം വേരിയൻ്റ് ആണോ, ടൈം ഇൻവേരിയൻ്റ് ആണോ, അതേപോലെ ആക്റ്റീവ് എലമെൻ്റ് ആണോ, പാസീവ് എലമെൻ്റ് ആണോ, അതേപോലെ ലീനിയർ ആണോ, നോൺ ലീനിയർ എലമെൻ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും നമുക്ക് എക്സാമിന് ഒരു ഗ്രാഫ് വന്നിട്ട് ചിലപ്പോൾ നമുക്ക്
ചോദിക്കാം, അതായത് SSCയിൽ ചോദിക്കാം, അതേപോലെ നമ്മുടെ PSCയിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.